ഹലോ ഫ്രണ്ട്സ്, ആകെല്ലേ ലേറ്റസ്റ്റ് റിവ്യൂ. രാജു ഋതിയോട് പറയാം, എൻ്റെ ഋതു നീ ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കുക, വിഷമിക്കാതെ, ഞാൻ എല്ലാ കാര്യവും വർമ്മ സാറിനോട് പറഞ്ഞിട്ട് വരാം. രാജു അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചെങ്കിലും ഋതികയ്ക്ക് ഒരു സമാധാനമില്ല. ഋതിക ആകെ ടെൻഷൻ കൊണ്ട് നിന്ന് പൊളയുവാണ്. രാജു എളുപ്പം വർമ്മ സാറിനെ കാണാനായിട്ട് ചെന്നപ്പോൾ വർമ്മ സാറാണെങ്കിലോ വളരെ സന്തോഷത്തോടെ ആർക്കൊക്കെയോ ഫോൺ ചെയ്യുക. അതെ അപ്പൂപ്പനാകുന്ന ത്രില്ലില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരെ ക്ഷണിക്കുവാണ്. ഇതൊക്കെ ഒരു ദൈവാനുഗ്രഹമാണ്. ഇത്ര എളുപ്പത്തിൽ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, നാളെയാണ് ചടങ്ങ്. അതെ വീട്ടിൽ വെച്ച് തന്നെ, നാളെ 11 മണിക്ക് കുടുംബസഹിതം എല്ലാവരും വന്നിരിക്കണം. എല്ലാം പെട്ടെന്നായതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ എല്ലാവരെയും വിളിച്ചറിയിക്കണം. അതുകൊണ്ട് അല്പം തിരക്കിലാണേ, ഞാനിപ്പോൾ വെക്കുവാണേ ഫോൺ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് വേറെ ആളെ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ രാജു, സാറേ ഒരു കാര്യം പറയാനുണ്ട്, അവിടെ നിൽക്കുക, എനിക്ക് വിളിക്കാനുള്ളവരെയൊക്കെ ഞാൻ വിളിക്കട്ടടാ, നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, ആളുകൾ ഉറങ്ങുന്നതിന് മുമ്പ് പലരെയും എനിക്ക് വിളിച്ച് പറയാനുണ്ട്. അയ്യോ സാറേ, ആരെയും വിളിക്കണ്ട. എന്തോന്നാടാ നീ പറയുന്നത്? ആരെയും വിളിക്കണ്ടെന്നോ? ഒരു കാര്യം നടത്താൻ നമ്മൾ തീരുമാനിച്ചതല്ലേ, അപ്പോൾ അത് സമയത്ത് നടത്തണ്ടേ? എന്താ നിന്റെ പ്രശ്നം? സാറേ, അത് ഗൈനക്കോളജിസ്റ്റിന് പറ്റിയ ഒരു അബദ്ധവാ. പ്രഗ്നൻസി ടെസ്റ്റിൻ്റെ റിസൾട്ട് മാറിപ്പോയതാ. അത് കേട്ടതും പ്രതാപം പെട്ടെന്ന് അങ്ങ് ചാടി എഴുന്നേറ്റു. ഋതുവിന് പ്രഗ്നൻസി ഇല്ല. എന്തൊക്കെയാണോ നീ പറയുന്നത്? ഋതു ഗർഭിണിയല്ല, ഡോക്ടർക്ക് പറ്റിയ പെസക. ഇതൊക്കെ കൃത്യമായിട്ട് പരിശോധിച്ചിട്ട് വേണ്ടടാ പറയേണ്ടത്. നാശം! ഏത് ഡോക്ടറാടാ, ഏത് ഹോസ്പിറ്റലാണ് അത് പരിശോധിച്ചത്? ഏത് ഡോക്ടറാ അവള്? അവിടെ പേര് പറ, അല്ലേ ഹോസ്പിറ്റലിൻ്റെ പേര് പറ, ഞാൻ അതിൻ്റെ മാനേജ്മെൻറ്റിനെ വിളിച്ച് ചോദിക്കട്ടെ. ഇങ്ങനെയാണോ ആതുര സേവനം നടത്തുന്നതെന്ന് പറയടാ. എന്താടാ നോക്കി നിൽക്കുന്നത്? അവൾ ടെസ്റ്റ് ചെയ്യാൻ പോയ ഹോസ്പിറ്റൽ ഏതാ? സാറേ, അതിനും ഒരു പ്രശ്നമാണ്. എന്തോന്നിനാടാ പ്രശ്നം? എല്ലാത്തിനും പ്രശ്നമാണല്ലോ. അവൾ ചെന്ന് തൊടുന്നിടം എല്ലാം പ്രശ്നമാണ്. പ്രഗ്നൻസി ടെസ്റ്റ് നടത്തിയത് ഋതുവിൻ്റെ ഫ്രണ്ടാ. ഇനി അപ്പോൾ ഡോക്ടറുടെ പേരും കംപ്ലൈൻറ്റ് കൊടുക്കണ്ടല്ലോ. അവിടെ ഫ്രണ്ടല്ലേ, അപ്പോൾ പിന്നെ ഫ്രണ്ട് എന്ത് ചെയ്താലും മിണ്ടാൻ പറ്റില്ലല്ലോ. ഇതിപ്പോൾ കാള പറ്റെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ കയറെടുത്തതുപോലെ ആയിപ്പോയി. ഈ ചടങ്ങിന് ഞാൻ പലരെയും ക്ഷണിച്ചും പോയല്ലോ എന്നിങ്ങനെ പ്രതാപൻ പറഞ്ഞുകൊണ്ട് നിൽക്കും. ആ ദുഷ്ട പിശാച് അംബിക അങ്ങോട്ട് കയറി വരുന്നുണ്ട്. എല്ലാം അറിഞ്ഞുകൊണ്ട് ഒന്നും അറിയാത്തവളെ പോലെ അഭിനയത്തോടാണ് അവിടെ വരവ്. എന്താ പ്രതാപ? എന്താടാ? നീ എന്താന്ന് വെച്ചാൽ കാര്യം പറയടാ. പ്രതാപൻ അല്പ സങ്കടത്തോടെ, അത് പിന്നെ ചേച്ചി എന്നിങ്ങനെ പറയുമ്പോൾ അംബിക മനസ്സിൽ പറയാം, കാര്യം എനിക്ക് അറിയാടാ വിഡ്ഢി, അത് നിന്റെ നാവിൽ നിന്ന് എനിക്ക് കേട്ടത് ആസ്വദിക്കണോടാ. ചേച്ചി, അത് ചടങ്ങൊന്നും നടത്താൻ പറ്റില്ല. അത് ഋതുമോളെ പരിശോധിച്ച ഡോക്ടർക്ക് പറ്റിയൊരു മിസ്റ്റേക്കാ. ഋതുമോക്ക് പ്രഗ്നൻസി ഇല്ല. പെട്ടെന്ന് അംബിക ഒരു കരച്ചിൽ. അയ്യോ പ്രതാപ മോനെ, നീ എന്തൊക്കെയാടാ പറയുന്നേ? ഋതുമോള് ഗർഭിണിയല്ലെന്നോ? പലരെയും വിളിച്ച് ഞാൻ പറഞ്ഞു പോയല്ലോടാ മോനെ. ഇനി എങ്ങനാടാ മോനെ തിരുത്തി പറയുന്നത്? അതെന്തായാലും ചേച്ചി, ഈ ചടങ്ങ് നമുക്ക് ഒഴിവാക്കിയേ പറ്റൂ. അയ്യോ, അതെങ്ങനെ ഒഴിവാക്കാനാ? ഈ വിളിച്ചു പറഞ്ഞവരുടെയൊക്കെ നമ്മൾ എന്തു പറയും? ഗർഭമില്ലെന്നൊക്കെ പറയുന്ന നാണക്കേടല്ലേ? രാജു ചോദിക്കുക, ഒരുപാട് പേരെ വിളിച്ചോ? ഇല്ല, ഞാൻ വളരെ വേണ്ടപ്പെട്ടവരെ മാത്രമേ വിളിച്ചുള്ളൂ. കുറേ പേരുടെ ലിസ്റ്റ് ഞാൻ എഴുതി വെച്ചിരിക്കുക. എന്തായാലും മറ്റുള്ളവരെ കൂടെ വിളിക്കാതിരുന്നത് നന്നായി. അതേ ചേച്ചി, ഞാൻ 2-3 പേരെ വിളിച്ചിട്ടുള്ളൂ. ഞാൻ പലരോടും ഒരു വിശേഷമുണ്ട്, വീട്ടിലോട്ട് വരണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അംബിക പറയാം. അപ്പോൾ രാജു പറയാം, എങ്കിൽ ഞാനൊരു ഐഡിയ പറയാം. വരുന്നവർ വരട്ടെ, അവരെ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് പറഞ്ഞു വിടാം. രാജുവിൻ്റെ ഈ പൊട്ടത്തരം കേട്ട് പ്രതാപിന് ദേഷ്യം വരും. നീ എന്തൊരു മണ്ടത്തരമാടായി പറയുന്നത്? ചുമ്മാതെ വിളിച്ചു വരുത്തി ഭക്ഷണം കൊടുക്കാൻ, ഭക്ഷണം കാണാതെ കിടക്കുന്നവരാണോ നമ്മുടെ ഗസ്റ്റ്? അവരെ ക്ഷണിച്ചതിനൊരു റീസൺ വേണ്ടേ? ക്ഷണിച്ചു വരുത്തി ഭക്ഷണം കൊടുത്തത് എന്തിനാണെന്ന് അവർ ചോദിച്ചാൽ എന്തു പറയും? ഉടനെ അംബിക പറയാം, ഞാൻ എന്തെങ്കിലും പറഞ്ഞാലേ അതെല്ലാവരും ഉടനെ പറയും ഞാൻ ഋതികയോടുള്ള ശത്രുത കൊണ്ടാണ് ചെയ്യുന്നതെന്ന്. ഈ പെണ്ണ് വാസ്തവത്തിൽ എന്തൊക്കെ ഏടാകൂടങ്ങളാണ് തലയിൽ കയറ്റി വെക്കുന്നത്? ഋതുവിനെ വല്ലതും പറഞ്ഞാൽ രാജുവിന് സഹിക്കുമോ? രാജു പറയാം, അതിന് ഋതു എന്ത് തെറ്റ് ചെയ്തു? അതിന് ഡോക്ടർക്ക് പറ്റിയ മിസ്റ്റേക്ക് അല്ലേ? നിങ്ങൾ അതും ഇതും പറഞ്ഞ് തർക്കം ഉണ്ടാക്കാതെ ഇതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ നോക്ക്. പ്രതാപൻ ഇങ്ങനെ പറയുമ്പോൾ രാജു പറയാം, അതിനെന്താ വേണ്ടതെന്ന് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്തിക്കൊള്ളാം സാർ എന്ന് പറഞ്ഞ് രാജു അവിടെ നിന്ന് പോയി. എന്തെങ്കിലും ചെയ്തേ പറ്റൂ ചേച്ചി, ഈ നാണക്കേടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാകണം. ഉടനെ അംബിക, ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ, ഇതാണ് പത്മയുടെ പുന്നാര മകള്. ഏത് വഴിക്കാണെങ്കിലും മനുഷ്യൻ്റെ സ്വസ്ഥതകളെയും നാശം എന്ന് പറഞ്ഞിട്ട് അംബിക അങ്ങ് പോവുക. നാശമെന്ന് വിളിച്ചത് പ്രതാപൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. അച്ഛനോട് വിവരം പറയാൻ പോയ രാജു വന്നില്ലല്ലോ. എന്തായിരുന്നു അച്ഛൻ്റെ പ്രതികരണം? ഒന്നും അറിയാതെ ഋതിയെ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക. അപ്പോൾ രാജു അങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഋതു, നീ ഇങ്ങനെ ടെൻഷൻ ആകാതെ, ഞാൻ എല്ലാം സോൾവ് ചെയ്തോളാം. അല്ല രാജു, ചടങ്ങ് നടത്തുന്നുണ്ടോ? വർമ്മ സാറും അംബികയും കൂടി കുറച്ച് ആൾക്കാരെയൊക്കെ ക്ഷണിച്ചു പോയില്ലേ? അപ്പോൾ ചടങ്ങ് നടത്താതിരിക്കാൻ പറ്റില്ലല്ലോ. ചടങ്ങെന്ന് വെച്ചാൽ എന്ത് ചടങ്ങാണ് രാജു ഉദ്ദേശിക്കുന്നത്? എന്നെ എവിടെയൊക്കെ തോൽപ്പിക്കാനും നാണം കെടുത്താനും അവസരം കിട്ടുന്നുണ്ടോ അതൊക്കെ നോക്കി നടക്കുകയാണ് അംബിക. എനിക്ക് പ്രഗ്നൻസി ഇല്ലെന്ന് അറിഞ്ഞതോടുകൂടി അംബിക എന്തോ ഒരു പ്ലാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്.
വിളിച്ചു വരുത്തുന്ന ഗസ്റ്റുകളുടെ മുൻപിൽ വെച്ച് അവരെന്നെ നാണം കെടുത്തുവോന്നാ എൻ്റെ പേടി. ഋതു, ഞാൻ ഋതുവിൻ്റെ ഭർത്താവായതിനു ശേഷവും ഭർത്താവാകുന്നതിന് മുൻപും ഏത് അപകടത്തിൽപ്പെട്ടാലും അവിടെ നിന്നെല്ലാം ഞാൻ നിന്നെ രക്ഷപ്പെടുത്തിയിട്ടില്ലേ? എന്താ ഋതു, ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? ചോദിച്ചതൊക്കെ ഞാൻ കേട്ടു രാജു. പിന്നെന്താ ഋതു മറുപടി പറയാത്തത്? ആ രാജു അല്ലല്ലോ ഇപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ എത്രയൊക്കെ ഹൃദയം തുറന്ന് പറഞ്ഞിട്ടും നിനക്കെന്നെ മനസ്സിലാകുന്നില്ലല്ലോ ഋതു. രാജു പ്ലീസ്, ഇപ്പോഴാ പ്രശ്നം ഡിസ്കസ് ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. എൻ്റെ മനസ്സാകെ ഡിസ്റ്റർബാണ്. എനിക്ക് വന്നു ചേർന്ന ഈ നാണക്കേടിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്താനാവുമോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. ആ അംബികയിൽ നിന്നും രാജു നീ എന്നെ രക്ഷപ്പെടുത്തുവോ? എന്താ ഋതു, പിന്നെയും നിനക്കെന്നെ സംശയമാണോ? അംബികയിൽ നിന്നും മാത്രമല്ല, ഏത് ശത്രുക്കളിൽ നിന്നും ഈ രാജു എൻ്റെ ഋതുവിനെ രക്ഷപ്പെടുത്തും. ഭാര്യയെ സംരക്ഷിക്കാനുള്ള കഴിവും ഉറപ്പുള്ള വാക്കും കൊണ്ട് കെട്ടിയതാണ് ഈ താലി. ഇത് ഞാൻ കെട്ടിയ താലിയാണ് നിന്റെ കഴുത്തിൽ കിടക്കുന്നത്. അത് പലപ്പോഴും നീ തിരിച്ചറിയാതെ പോകുന്നത് എൻ്റെ തെറ്റല്ല. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഋതുവിന് ഒരു ടെൻഷനും വേണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. ഋതു, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തിട്ടില്ലാത്തവർ വിഷമിക്കേണ്ട കാര്യവുമില്ല. ഋതു, നീ ധൈര്യമായിട്ടിരിക്കും. സുഖമായിട്ട് നീ ദണ്ട കിടന്ന് ഉറങ്ങാൻ നോക്ക്. അംബികയാണെങ്കിൽ വലിയ സന്തോഷത്തോടെ അങ്ങനെ ആ സോഫയിൽ കാലുമേ കാലുമൊക്കെ വെച്ച് ഇങ്ങനെ എന്തോ വലിയൊരു ഗൂഢാലോചന ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ മോൻ അങ്ങോട്ട് വരുന്നുണ്ട്. എടാ, നീ നിന്റെ ഭാര്യയെ ഒറ്റയ്ക്കാക്കിയിട്ടാണോ ഇങ്ങോട്ട് വന്നത്? അവൾ കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കട്ടമ്മേ. എന്താടാ, നീ അവളുമായിട്ട് വല്ല വഴക്കിലാണോ? അങ്ങനൊന്നും അല്ലമ്മേ, ഞങ്ങൾ രണ്ടുപേരും നല്ല ബോണ്ടല്ലേ. അതെ, ബോണ്ടയായാലും പരിപ്പോടയായാലും കുഴപ്പമില്ലാതെ അങ്ങ് കഴിഞ്ഞാൽ മതി. അമ്മേ, അതെ, രാജു എന്തുദ്ദേശിച്ചോണ്ടാ നാളത്തെ ഫംഗ്ഷൻ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? അവൻ എന്ത് ബുദ്ധി കാണിക്കാനാടാ? നാണം കെടാനുള്ള ഒരു നാണം കെടുക തന്നെ ചെയ്യും. അയ്യോ അതല്ലമ്മേ, ഈ ഗസ്റ്റുകളെയൊക്കെ വിളിച്ച് ഫംഗ്ഷൻ നടത്തുന്ന ഒരു റീസൺ വേണ്ടേ? റീസൺ വേണം. അവൻ എന്ത് റീസൺ പറയുമെന്നാ ഞാൻ അമ്മയോട് ചോദിക്കുന്നത്. ഒരു റീസണും അവന് പറയാനില്ല. അവനെ ഈ അംബികാവർമ്മയുടെ ഏറ്റുമുട്ടാൻ നോക്കുന്നു. അവൻ എന്ത് ബുദ്ധി ഉപയോഗിച്ച് പ്രതാപനെ പ്രീതിപ്പെടുത്താൻ നോക്കിയാലും നീ നോക്കിക്കോടാ, അവനെ ഞാൻ പൊളിച്ചടുക്കും. അമ്മ എന്ത് പ്ലാൻ അമ്മ മനസ്സിൽ കണ്ടിരിക്കുന്നത്? എടാ മോനെ, ഈ ഗെയിമൊക്കെ നീ നേരിൽ കണ്ട് ആസ്വദിക്കുന്നതല്ലേ നല്ലത്. അതൊക്കെ അങ്ങ് നേരത്തെ അറിഞ്ഞ അതിൻ്റെ ഒരു സസ്പെൻസും രസമൊക്കെ അങ്ങ് പോവില്ലേടാ. അയ്യോ എൻ്റെ അമ്മേ, ഈ ഗെയിം ആസ്വദിച്ച് കാണാനേ ഞാൻ വെറും ഒരു കാഴ്ചക്കാരൻ മാത്രമല്ലല്ലോ. അത് നയിക്കുന്ന ടീമിനകത്തൊരു മെയിൻ അംഗം ഞാനല്ലേ. അയ്യടാ, എൻ്റെ മോൻ തൽക്കാലം ഓഡിയൻസിൻ്റെ കൂട്ടത്തിലിരുന്നാൽ മതി. സെൻറ്റർ ഫോർവേഡൊന്നും ആകണ്ട. ഈ അംബികയുടെ വർമ്മിൽ എല്ലാവരും തോറ്റ് തുന്നം പാടും. ഞാൻ തോൽപ്പിക്കുവിടാ എല്ലാത്തിനും. അമ്മേ, ഞാൻ പറഞ്ഞേക്കാം, ഓവർ കോൺഫിഡൻസ് ഒന്നും ആവണ്ട. അത് ചിലപ്പോൾ നെഗറ്റീവ് റിസൾട്ടും വിളിച്ചു വരുത്തും. അങ്ങനെയൊന്നും ഉണ്ടാവില്ലടാ. കൃത്യമായ ഗെയിം പ്ലാനോടുകൂടിയാണ് ഞാൻ ഈ കോർട്ടിൽ ഇറങ്ങിയിരിക്കുന്നത്. ഈ അംബിക വർമ്മ ജയിക്കാനുള്ള കളിയാണ് കളിക്കുന്നത്. നീ ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഞാനേ നാളെ ആ രാജുവിനെയും ഹൃദയം വലിച്ച് കീറിയിരിക്കും. അതിനുള്ളൊരായുധം എൻ്റെ കയ്യിലുണ്ട്. പത്മാവതി ആയിരിക്കും ഇതിൻ്റെ പ്രധാന ഇര. പത്മാവതിയോ? അതെന്തിനാമേ? എടാ, മുദ്ര പേപ്പറിലെ ഒരു തമ്പ് ഇംപ്രഷൻ മാത്രം മതിയായിരുന്നു. പക്ഷേ ഡോക്യുമെന്റ്സ് എല്ലാം ക്ലിയർ ആയിരിക്കണം. കോടിക്കണക്കിനുള്ള സ്വത്താണെന്ന് കരുതിയിട്ടാണ് ഞാൻ അവളെ കൊല്ലാതെ വിടുന്നത്. ഇന്ന് അവളൊരു പിശാചിനെ പോലെ എൻ്റെ മുന്നിൽ വന്ന് നിന്ന് എൻ്റെ ഉറക്കം കളയുക. ഈ യുദ്ധം ഇനി ഒന്നിൽ നിന്ന് തന്നെ തുടങ്ങണം. ഞാൻ തുടങ്ങാൻ പോവാടാ മോനെ. ഇതിൽ ഞാൻ തന്നെ ജയിക്കുവടാ. അങ്ങനെ അഹങ്കാരത്തോടെ അംബിക ദീപക്കിനോട് പറഞ്ഞിട്ട് ഞെളിഞ്ഞ് പിടിച്ച് വലിയ അഭിമാനത്തോടെ ഓവർ കോൺഫിഡൻസോടെ അങ്ങനെ നടന്നു പോവുക. രാവിലെ രാജു ഉറക്കമുണർന്ന് നോക്കുമ്പോൾ ഋതിക നല്ല ഉറക്കത്തിൽ. പാവം, ആ നാശം പിടിച്ച പെണ്ണ് കാരണം എൻ്റെ ഋതു എന്നോട് പിണങ്ങിയത്. ഋതുവല്ല ആരായാലും പിണങ്ങും, കുഴപ്പം എൻ്റെ ഭാഗത്തുകൊണ്ട്. ആ നന്ദനയുടെ തലവട്ട ഇവിടെ കണ്ടപ്പോൾ തന്നെ സത്യം ഞാൻ ഋതുവിനോട് പറയേണ്ടതായിരുന്നു. കുറേ നേരം ഇങ്ങനെ ഋതിയെ തന്നെ നോക്കിയിരുന്നിട്ട് രാജു ഋതിയെ വിളിച്ചുണർത്തുക. ഋതു, നീ വേഗം എഴുന്നേറ്റ് കുളിച്ച് റെഡിയാകും, ഫംഗ്ഷൻ റെഡിയാകണ്ടേ? ഋതിക സങ്കടത്തോടെ രാജുവിനോട് ചോദിക്കും. അല്ല രാജു, എന്നെ രക്ഷിക്കാനുള്ള പ്ലാൻ രാജു കണ്ടെത്തിയിട്ടുണ്ടല്ലോ. ആ കാര്യത്തിൽ മാത്രം എൻ്റെ ഋതു പേടിക്കേണ്ട, അതൊക്കെ ഞാൻ ഏറ്റു. അമ്മയാകാനുള്ള മോഹം എൻ്റെ ഋതുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് പെട്ടെന്ന് തകർന്നു പോയതിൻ്റെ വിഷമമാണോ? എനിക്കത് മനസ്സിലാകും, നീ വിഷമിക്കാതെ. ഋതു, എന്നെയൊന്ന് നോക്കിക്കേ. എന്തായാലും നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നില്ലേ? ഒരു ദിവസം കൂടി നമുക്ക് തന്നതിന് ദൈവത്തിനോട് നന്ദി പറയണം. ഇന്നൊരു നല്ല ദിവസമാക്കി തരണേന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഋതു പോയി റെഡിയാകും. ഋതു, നീ എഴുന്നേറ്റ് ചെല്ല്. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് റെഡിയാകാൻ. അങ്ങനെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ ആഘോഷത്തിൻ്റെതായ ബലൂണും ഒക്കെ വെച്ചിട്ടുണ്ട്. ശേഖരനാണെങ്കിൽ യാമിനിയെ നോക്കി നടക്കുക. ഈ യാമിനി ഇതവിടെ പോയി നോക്കുമ്പോൾ യാമിനി കുറേ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചിരിക്കുക. യാമിനി, നീ ഇങ്ങോട്ടൊന്ന് വന്നേ. ശരി, നിങ്ങളെന്ന് അകത്തോട്ട് കയറിയിരിക്കും, ഞാനിപ്പോൾ വരാവേ എന്നും പറഞ്ഞ് യാമിനി അങ്ങോട്ട് വന്നിട്ട് ശേഖരനോട് ചോദിക്കുക. ഇതെന്തോ ശേഖരേട്ടാ, വഴിയെ പോകുന്ന മീൻകാരിയെ വിളിക്കുന്ന പോലെ എന്നെ വിളിച്ചത്? അയ്യടാ, ഞാൻ എൻ്റെ ഭാര്യയല്ലേ വിളിച്ചത്. ഇങ്ങനെ വിളിച്ചാലിപ്പോൾ എന്താ? അല്ല യാമിനി, ഈ വഴിനീള മീൻ വിൽപ്പനക്കാരൊക്കെ ഉണ്ടോ? അതൊക്കെ അങ്ങ് അന്യം നിന്ന് പോയില്ലേ?
എന്നാലേ നാട്ടിൻപുറങ്ങളിലൊക്കെ ഇപ്പോഴും ഉണ്ട് മീൻ ചന്തകളും ഉണ്ട്. എൻ്റെ ചേച്ചിയും മോനും കുടിഞ്ഞിട്ട് ഒരുങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് മീൻ ചന്ത തന്നെയാണ്. എൻ്റെ ശേഖരേട്ടാ, അത് രണ്ടും വിഷജന്തുക്കളാ. 1 കിലോമീറ്റർ ദൂരെ നിന്നൊന്ന് ചീറ്റിയാക്കൂടെ മതി, നമ്മളെല്ലാവരും ചത്തുപോകും. എന്തായാലും അവൻ്റെ ഭാര്യ ഒരു പാവ ഇല്ലേ, ചന്ദന. ചന്ദനവും കർപ്പൂരവും ഒന്നും അല്ല, നന്ദന. അവനവളെ വിളിക്കുന്നത് നന്ദൂന്ന. അയ്യോ യാമിനി, അതൊരു പശുവിൻ്റെ പേരല്ലേ? അവൾ പശുവിനെ പോലെ പാവാട്ടാണ് നടക്കുന്നത്. എന്നാൽ അവൾ സ്വഭാവം കാട്ടുപോത്തിൻ്റെതായിരിക്കും. ബഗൻ അനന്തംപിള്ളയുടെ മകളല്ലേ? രാജബെമ്പാലയുടെ കുഞ്ഞ് മഞ്ഞച്ചേരയോ നീർക്കോലിയായിട്ടൊന്നും പിറക്കത്തില്ലല്ലോ. എൻ്റെ ശേഖരേട്ടാ, ഈ അനന്തംപിള്ളയും അമ്പിയേച്ചിയും ദീപക്കും ചേർന്നുള്ള ഒരു ഒത്തുകളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. യാമിനി, അതിൽ യാതൊരു സംശയം വേണ്ട. അല്ല ശേഖരേട്ടാ, ഇന്ന് വരുന്ന ഗസ്റ്റുകളോടെ രാജു എന്ത് ഫംഗ്ഷൻ എന്നാണ് പറയാൻ പോകുന്നത്? ശേഖരൻ ചിരിച്ചുകൊണ്ട് പറയാം, അത് രഹസ്യം. അതെന്താണെന്ന് അവൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ എന്നോടുകൂടി ഒന്ന് പറയും ശേഖരേട്ടാ, ഞാനോടൊന്ന് അറിയട്ടെ. എന്നാലേ പെണ്ണുങ്ങളോട് രഹസ്യം പറയാൻ പാടില്ലെന്നാ മുതിർന്നവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എൻ്റെ ഭാര്യ എനിക്ക് വിശ്വാസം, അതുകൊണ്ട് ഞാൻ പറയാം. ശേഖരൻ അങ്ങനെ പറയാൻ പോകുമ്പോൾ പെട്ടെന്ന് യാമിനി വായങ്ങ് ശേഖരൻ്റെ പൊത്തിപ്പിടിച്ചിട്ട് പറയുക, എൻ്റെ ചെവിയിലോട്ട് പറഞ്ഞാൽ മതി. ഇവിടൊക്കെ ആ അംബികയുടെ ചെവിയുണ്ട്. രാജുവിൻ്റെ പ്ലാൻ എന്താണെന്ന് ശേഖരേട്ടൻ എൻ്റെ ചെവിയിലോട്ടൊന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ശേഖരൻ എന്നാണ്ട് യാമിനിയുടെ ചെവിയിലോട്ട് ആ രഹസ്യം പറയുന്നുണ്ട്. ആ രഹസ്യം കേട്ടിട്ട് യാമിനി വളരെ സന്തോഷത്തിൽ, കൊള്ളാലോ ചെറുക്കൻ്റെ ബുദ്ധി, അപാരം തന്നെ. അംബിക ചേച്ചി ഇതിനി എന്ത് പാരയും കൊണ്ടാണോ വരാൻ പോകുന്നത്? അവർ പാരയോ ഓലയ്ക്കോ എന്ത് വേണമെങ്കിലും കൊണ്ടുവരട്ടെ യാമിനി, നമ്മളൊക്കെ ഇവിടെ ഇല്ലേ? മോളുടെ കാര്യം ഓർക്കുമ്പോൾ വലിയ സങ്കടമാണ്. ആ കുട്ടിയെ നാണം കെടുത്താതിരുന്നാൽ മതിയായിരുന്നു. മോളൊരമ്മയാകാൻ മനസ്സുകൊണ്ട് ഒരുങ്ങിയതായിരുന്നല്ലേ? അതേ ശേഖരേട്ട, പാവം മനസ്സുകൊണ്ട് തകർന്നു പോയി. പാവം ആ ഋതുമോൾക്ക് മാത്രം ഒരിക്കലും ഒരു സമാധാനം കിട്ടുന്നില്ലല്ലോ ഭഗവാനെ. ഈ സമയം പ്രതാപനും അണിഞ്ഞൊരുങ്ങുന്നുണ്ട്. ദാണ്ട അംബിക അങ്ങോട്ട് ചെല്ലുന്നു. എന്തു പാരപണിയാനാണോ അറിയില്ല. മോനെ പ്രതാപ, നീ റെഡിയായോടാ? അതിന് പ്രത്യേകിച്ച് റെഡിയാകാൻ എന്തിരിക്കുന്നു ചേച്ചി? എന്തായാലും ഈ ഇല്ലാത്ത ഫംഗ്ഷൻ നടത്തുന്ന ഈ വീട്ടിൽ വെച്ചല്ലേ ചേച്ചി? അതിന് ഈ വേഷമൊക്കെ പോരെ, ഇത് തന്നെ ധാരാളമാ മോനെ. നിനക്കറിയാവോ മോനെ, ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണമെന്നാണ് പഴമൊഴി. അംബിക നല്ലതുപോലെ ഒരുങ്ങിയിട്ടുണ്ട്. എന്നിട്ട് പറയാ, ഞാൻ ഇച്ചിരി നല്ല രീതിക്ക് ഒരുങ്ങും. അതൊക്കെ പണ്ട് മുതലേ എൻ്റെ ശീലമാണെന്ന് നിനക്കറിയാമല്ലോ. അതിനെന്താ ചേച്ചി, എൻ്റെ ചേച്ചി നല്ല നല്ല വേഷങ്ങൾ അണിഞ്ഞ് നടക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. പെട്ടെന്ന് അംബിക ഏതുകൊണ്ട് റൂട്ട് മാറ്റി വരുന്നുണ്ട്. ഞാൻ ഹോളിലോട്ട് പോകാതെ നിൻ്റെ അടുത്തോട്ട് വന്നതിനെ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. എന്താ ചേച്ചി? മോനെ, ഞാനൊരാഗ്രഹം പറഞ്ഞാൽ നീ അത് സാധിച്ചു തരുമോ? അതെന്ത് ചോദ്യമാ ചേച്ചി? ചേച്ചി ആവശ്യപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ഞാൻ സാധിച്ചു തരാതിരുന്നിട്ടുണ്ടോ? എന്നെ കൊണ്ട് കഴിയുന്ന എന്ത് കാര്യവും ചേച്ചി പറഞ്ഞാൽ ഞാൻ സാധിച്ചു തരും. അതെനിക്കറിയാം മോനെ. നിന്റെ കണ്ണൊന്ന് കലങ്ങിയാൽ ഞാൻ അപ്പം തന്നെ കരഞ്ഞു പോകും. ഒരു കള്ള കണ്ണുനീരോട് അംബിക, എനിക്കത് സഹിക്കാനാവില്ല മോനെ. ചേച്ചിയുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ പറയേച്ചി. നമ്മുടെ ഭാഗ്യം കൊണ്ട് നമ്മൾ അധികം പേരെ ഈ ഫംഗ്ഷന് വിളിച്ചിട്ടില്ല. വിളിച്ചവരിൽ മുഖ്യമന്ത്രി മാത്രമാണ് വലിയ ഗസ്റ്റ്. ദയവ് ചെയ്ത് നീ അവരുടെയൊക്കെ മുന്നിൽ വെച്ച് പത്മാവതി വിഷയം എടുത്തിടരുത്. എടാ മോനെ, നാണക്കേട് നമുക്ക് തന്നെയാ. അവൾ ഈ ചടങ്ങിൽ ഇവിടെ ഉണ്ടാകുമല്ലോ. അവളെക്കുറിച്ച് നീ എന്തെങ്കിലും പറഞ്ഞാൽ അത് മലർന്നു കിടന്ന് തുപ്പുന്ന പോലെ ആയിപ്പോവും. എൻ്റെ ചേച്ചി, ഈ പത്മാവതി പത്മാവതി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ തല പൊട്ടിത്തെറിക്കുന്ന പോലെ ഇരിക്കുക. അവളെ ഇതിനകത്തെങ്ങാനും വെച്ച് കണ്ടാൽ ആലുവ മണപ്പുറത്ത് ശിവരാത്രിക്ക് ഭാവം പോലും ഞാൻ കാണിക്കില്ല. അത്രയ്ക്കും അറപ്പും വെറുപ്പുമാണ് എനിക്ക് അവളെ. എന്നെ സംബന്ധിച്ചിടത്തോളം അവൾ എനിക്കൊരു നികൃഷ്ടയാണ്. ഞാൻ ആത്മസ്നേഹിതനായി കൂട്ടിയ ഒരുത്തൻ്റെ കൂടെ അവൾ എങ്ങനെ മനുഷ്യനെ ഇങ്ങനെ ചതിക്കാനും വഞ്ചിക്കാനും പറ്റുന്നത്? സത്യത്തെ സ്ത്രീ വർഗത്തിനെ തന്നെ ഞാൻ വല്ലാതെ വെറുത്തുപോയി. പിന്നീട് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത്, ഒരു സ്ത്രീ ഒരു പുരുഷനെ ചതിച്ചെന്ന് വെച്ച് ലോകത്തിലുള്ള എല്ലാ സ്ത്രീകളും അങ്ങനെയല്ലല്ലോ. അതൊക്കെ പോട്ടെ പ്രതാപ, നീ അതൊക്കെ ഒന്ന് മറക്കാൻ ശ്രമിക്കേ. ചേച്ചിയുടെ ഒറ്റ ആളുടെ പിടിവാശി കൊണ്ട്, അല്ലെങ്കിൽ അവൾ താമസിക്കുന്ന ഈ വീട്ടിൽ ഞാൻ താമസിക്കില്ലായിരുന്നു. നെറികെട്ടവൾ എന്നും പറഞ്ഞ് പ്രതാപൻ ദേഷ്യത്തോടെ പോവാ. അംബിക അവിടെ നിന്ന് മനസ്സുകൊണ്ട് ഇങ്ങനെ ചിരിക്കുക. നിന്റെ പിരി ഇന്ന് ഞാൻ ഇളക്കുവടാ പ്രതാപ. എന്നിട്ട് അതെല്ലാം കൂടി നിന്റെ മകളുടെ തലയിൽ ഞാൻ കെട്ടിവെക്കുകയും ചെയ്യും. അവളെ ഇന്ന് ഞാൻ നാണം കെടുത്തി ഓടിക്കും. ഫംഗ്ഷന് വേണ്ടി നന്ദന നല്ല രീതിക്ക് അണിഞ്ഞൊരുങ്ങി ഇങ്ങനെ നിൽക്കുവാണ്. ദീപക്ക് നന്ദനെ കണ്ടിങ്ങനെ വായുമ്പളന്ന് നോക്കി നിൽക്കുന്നുണ്ട്. ഒരപ്സരസിനെ കണ്ടതുപോലെ ദീപക്ക് ഇങ്ങനെ പരിസരം മറന്നിങ്ങനെ നോക്കി നിൽക്കുക. അത് കണ്ടിട്ട് നന്ദന ദീപു ദീപു എന്നൊക്കെ ഇങ്ങനെ ഉറക്കെ വിളിക്കുന്നുണ്ട്. ഇതെന്താ ദീപു, കിളി പോയോ? മന്നപൊത്തി ദീപക്ക് വന്നിട്ട് പറയാം, സത്യത്തിൽ എൻ്റെ കിളി പോയി. ഞാൻ വിചാരിച്ചതേ നമ്മുടെ റൂമിൽ ചന്ദ്രൻ ഉദിച്ച് നിൽക്കുവാണെന്നാ. ഈ മുറിക്കകത്ത് എന്തൊരു നിലാവെട്ടവാ. അയ്യോ തള്ളല്ലേ തള്ളല്ലേ ദീപു, കൂടുതൽ മുഖസ്തുതിയൊന്നും വേണ്ട. ആവേശം മൂത്തുതാണ് ദീപക്ക് പെട്ടെന്ന് നന്ദനെ കെട്ടിപ്പിടിക്കാനായിട്ട് ചെല്ലുക. പെട്ടെന്ന് നന്ദനെ കൈ പിടിച്ചങ്ങ് വലിച്ചെറിഞ്ഞു. അയ്യോ, ഞാൻ ഈ ജ്യോതിഷത്തിൻ്റെയും വ്രതത്തിൻ്റെയും കാര്യം അങ്ങ് മറന്നുപോയി നന്ദു. ദീപു അങ്ങനെ മറന്നാലും എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ ദീപു.
അതെന്താ നന്ദു, എൻ്റെ ഹസ്സിന് ദുർമരണം സംഭവിക്കുന്ന കാര്യമല്ലേ? ദീപുവിനറിയാവാ ദുർമരണം സംഭവിച്ചാൽ ആ ആത്മാവെ രാത്രിയിൽ അറുകലയായിട്ട് അലഞ്ഞു അരിഞ്ഞ് നടക്കുമെന്നാ. അങ്ങനെയാണെങ്കിൽ ഞാൻ അറുകലയായാലേ ആദ്യം ചോര കുടിക്കുന്ന ആ രാജുവിൻ്റെ ഹൃദയയുടെ ആയിരിക്കും. ഈ അറുകലകൾ പ്രതികാരദാഹികളാ ദീപു. ഷിക്കോയിലെ ബെർണാഡോ സാഹിബ് അങ്ങനെയായിരുന്നു. നന്ദുവിൻ്റെ സംസാരത്തിനിടെ ഈ സാഹിബന്മാർ കയറി വരുന്നുണ്ടല്ലോ, ആരാ ഇവരൊക്കെ? അവരൊക്കെ ഞങ്ങളുടെ നെയ്ബേഴ്സ് ആയിരുന്നു ദീപു. ഹൃദയ ഭയങ്കര ടെൻഷനോടെ ഒരുങ്ങി തൻ്റെ രാജുവിനെ നോക്കി വരുക. രാജു അപ്പോഴാർക്കോ ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, രാജുവിൻ്റെ പെണ്ണല്ലേ ഋതു, അവളെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം രാജുവിനല്ലേ? അവൻ്റെ ജീവൻ പണയം പെടുത്തിയായാലും ഋതികയെ അവൻ ആൾക്കാരുടെ മുന്നിൽ രക്ഷിച്ചിരിക്കും. അംബിക എന്തൊക്കെയോ തരികിട പ്ലാൻ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ആ പ്ലാനുകളൊന്നും നടക്കില്ല. അംബികയ്ക്ക് നേരെ തന്നെ അവൾ ഉണ്ടാക്കിയ അമ്പുകളെല്ലാം പാഞ്ഞു ചെല്ലുകയും ചെയ്യും. എന്തായാലും രാജു ഹൃദയയ്ക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുന്ന പ്ലാൻ എന്തായിരിക്കും എന്നറിയാൻ എല്ലാവർക്കും വലിയ താല്പര്യമുണ്ടായിരിക്കും. എങ്കിൽ ആ പ്ലാൻ എന്താണെന്ന് നാളത്തെ റിവ്യൂവിൽ നമുക്ക് കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.